അറിയാല്ല, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മമ്മൂട്ടിയൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം വിധേയനിലൊക്കെ കണ്ട മമ്മൂട്ടിയൊക്കെ മാറിയിരിക്കും. ഞെട്ടിച്ച് തകർത്ത് വേറൊന്നുമല്ല. പിന്നെ ഇംഗ്ലീഷ് ഒരു മൂവിയുണ്ട്, ഡോൺ ബ്രീത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിനെയൊക്കെ കടത്തി വിട്ടു ഇത്. മമ്മൂട്ടി ദ മിസ്റ്ററി. അയാൾ എങ്ങനെ ചെയ്യുമെന്ന് ആർക്കും ഒരു പിടിയുമില്ല. 2024 ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം അതെന്താണെന്നറിയാൻ സിനിമാ ലോകം കാത്തിരിക്കുന്നു. ദ മോസ്റ്റ് അവൈറ്റഡ് ഭ്രമയുഗം, ദ ഏജ് ഓഫ് മാഡ്നസ്. ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഭ്രമയുഗം ഫീല് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീലൊന്നും നമുക്ക് തോന്നത്തില്ല. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ്റെ മേക്ക് ഓവർ കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഗൂസ് ബംപ് സീൻസാണ്. ഇത്രത്തോളം നല്ല രീതിയിൽ മേക്കപ്പ്, അതേപോലെ തന്നെ 2 സഹോദരങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പക്കയാണ്. വേറൊന്നുമല്ല, ഇൻ്റർവെൽ വരെ കണ്ടപ്പം തന്നെ ഇപ്പോൾ ഇവിടെ കൊടുത്ത 155 രൂപ എനിക്ക് മുതലായി. നല്ല അടിപൊളിയായിട്ട് മുതലായിട്ടുണ്ട്. നല്ല കിടുപ്പടം ഇൻ്റർവെൽ വരെ. വേറൊന്നുമല്ല, ഇവിടെ ഉള്ളവരുടെ മുഖത്ത് എല്ലായിടത്തും ചിരിയുണ്ട്. ഇതാ നോക്കി, അടിപൊളിയല്ലേ? എന്തെങ്കിലും ഉണ്ടോ? മമ്മൂട്ടിയുടെ ഞെട്ടിച്ച് തകർത്ത് വേറൊന്നുമല്ല. പിന്നെ ഇംഗ്ലീഷ് ഒരു മൂവിയുണ്ട്, ഡോൺ ബ്രീത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിനെയൊക്കെ കടത്തി വിട്ടു ഇത്. കിടിലം ഇൻട്രോയിൽ വരെ മുതലായി. ഇനി മമ്മൂട്ടിയൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം വിധേയനിലൊക്കെ കണ്ട മമ്മൂട്ടിയൊക്കെ മാറിയിരിക്കും. അടിപൊളി കിട്ടില്ല പെർഫോമൻസ്. അമ്മൂട്ടിയും അർജുൻ അശോകനും മത്സരിച്ചിരിക്കുക. സിദ്ധാർത്ഥ സാരഥനും സൂപ്പർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ട ഫീൽ എങ്ങനെയുണ്ട്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ നമ്മളൊരു 17-ാം നൂറ്റാണ്ടിൽ ചെന്ന് ആ ഒരു ആ ഒരു രീതി, ആ മഴയൊക്കെ പെയ്യുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. പക്കാ സിനിമാറ്റോഗ്രഫി, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. മമ്മൂക്ക ഡിഫറെന്റ് കൈൻഡ് ഓഫ് റോഡ് വന്ന് ഇവിടെ ആറാടുകയാണ്. ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പോരായ്മ കാണുന്ന സിനിമയിൽ വെറൈറ്റി ആയിട്ടുണ്ട്. അതെ, ഒരു ത്രില്ലിംഗ് എലമെന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോറി വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ? ഇംപ്രഷനാണ്. എൻട്രിയും സ്ക്രീൻ പ്രസൻസ് എല്ലാം അടിപൊളിയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനം അല്ല, അത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നതുകൊണ്ടാണ് എത്ര മേടിച്ചിരിക്കുന്നത്. കളർ വന്നായിരുന്നു ഇത്ര രീതി കിട്ടത്തില്ലേ. മമ്മൂട്ടി സൂപ്പറാ, അത്യാവശ്യം എല്ലാം പൊളിച്ചിട്ടുണ്ട്. എന്നാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കണ്ട എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഒരു നൈസ്, എന്താ പറയുക, ഒരു പേടിയും പേടിപ്പിച്ചിട്ടൊക്കെ ആയിട്ട് നൈസാ. പ്രതീക്ഷ സാധനമാണോ നമ്മൾ ട്രെയിലർ കണ്ടോ? അതോ ഫസ്റ്റ് ഹാഫ് അത്ര, സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലേ, ബാക്കി ഉണ്ടാവും കൂടി കണ്ടിട്ട്. മൊത്തത്തിലൊരു ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഇംപ്രഷൻ കുഴപ്പമില്ല, അത് ഗംഭീരം തന്നെ. അല്ല, ഓരോ സീനും പറയാൻ പറ്റാത്ത അത്രയ്ക്കും ഗംഭീരമായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ആ പറയുന്നത് നിജം മമ്മൂട്ടിയുടെ ആണല്ലോ ഇതിന് ഫോക്കസ് മൊത്തം. പ്രതീക്ഷ സംഭവമാണോ? പടം അത്യാവശ്യം നല്ല മൂഡ് പടമാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ത്രില്ലിംഗ് ആണ്. അടുത്തടുത്ത് എന്താണെന്നുള്ളൊരു ത്രില്ലിംഗ് രീതി. ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള ഒരു ഫീൽ തോന്നുന്നില്ല. കാര്യം ഒരു ഹൊറർ പോലൊരു രീതി പോകുന്നൊരു ഫീലാണ് തോന്നുന്നത്. മൊത്തത്തിലൊരു കൊള്ളാം. പക്ഷേ ഇത് സ്ലോ പേസ് ആണ്, പക്ഷേ അടിപൊളിയാണ്. മമ്മൂട്ടിയുടെ ക്യാരക്ടേഴ്സ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. പക്ഷേ കുറച്ച് നമ്മുടെ ഡോൺ ബ്രീത്ത് കണക്കൊക്കെ ഒരു സംഭവമാണ്. അപ്പം ഭയങ്കര ഹൊററൊന്നും എക്സ്പെക്ട് ചെയ്തരുത്. പക്ഷേ ഇത് സ്ലോ പേസ് ആണ്. അപ്പോൾ ഇതുവരെ കൊള്ളാം. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചേരുന്നത്, അല്ലെങ്കിൽ ഒരു ഇതായി പോകാൻ. പിന്നെ നമ്മുടെ സ്ക്രീൻ റേഷ്യോ ചെറുതാണ്. മറ്റേ ഫാൽമിയും എന്നാത്താൻ കേസ് കൂടെ കണ്ട കണക്കുള്ള സ്ക്രീൻ റേഷ്യോ കുറച്ച് ചെറുതാണ്. പ്രതീക്ഷ സാധനം മമ്മൂട്ടി ആ റോൾ കണ്ട മമ്മൂട്ടിക്ക് ഗംഭീരം കിടിലൻ.